ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ എല്ലാവർക്കും ഉള്ളൊരു മെയിൻ പേപ്പറാണ് പ്രായോഗിക മലയാളം. ഒരു എലിമെൻ്ററി പേപ്പറാണ്. ആ പ്രായോഗിക മലയാളത്തിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ്, അതായത് രണ്ടാമത്തെ ബ്ലോക്കിൽ ആകെ 4 യൂണിറ്റുകളേ ഉള്ളൂ. ലാസ്റ്റ് യൂണിറ്റാണ് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന MN വിജയൻ്റെ ലേഖനമാണ്. അതിൽ MN വിജയൻ ചെയ്യുന്നത് ബഷീറിൻ്റെ കൃതികളെ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളെ എന്ത് ചെയ്യുന്നു, അദ്ദേഹം അനുസ്മരിച്ചുകൊണ്ടുള്ളൊരു പ്രഭാഷണം രൂപത്തിലാണത് തയ്യാറാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വിവിധ കൃതികൾ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിവിധ കൃതികളെ അനുസ്മരിച്ചുകൊണ്ടുള്ളൊരു പ്രഭാഷണം എന്ന രൂപത്തിലാണ് മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന ലേഖനമുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ക്ലാസ്സാണ് നമ്മൾ നടത്താൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അപ്പം നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഈ മലയാളത്തിൻ്റെ നോട്ട്സും BA സോഷ്യോളജിക്കാരുടെ സോഷ്യോളജി, ജനറൽ എക്കണോമിക്സിൻ്റെ ഒക്കെ നോട്ട്, അതേപോലെ ഫസ്റ്റ് സെമ്മിൻ്റെ ഇംഗ്ലീഷ് ഒഴികെയുള്ള ബാക്കി വിഷയങ്ങളുടെയൊക്കെ പെയ്ഡ് നോട്ട്സ് ഉണ്ട്, മലയാളത്തിലുള്ള നോട്ട്സ് ഉണ്ട്. ഹെഡിങ് ഇംഗ്ലീഷിലും നോട്ട് മലയാളത്തിലും എന്ന രീതിയിൽ ഇതൊക്കെ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ് കേട്ടോ. സെക്കൻഡ് സെമ്മിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ട്. അവർക്ക് ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ ഫോൺ നമ്പർ കിട്ടും. അപ്പോൾ വാട്സപ്പിൽ വരിക കേട്ടോ, അപ്പോൾ ഡീറ്റെയിൽസ് തരാം. പെയ്ഡാണ് നോട്ട്സ്. നോക്കുക, നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റ്. രണ്ടാമത്തെ ബ്ലോക്കിന് എന്താണ്, പ്രഭാഷണമാണ്. അതിൽ 4ാമത്തെ യൂണിറ്റ് മരുഭൂമികൾ പൂക്കുമ്പോൾ എന്നതാണ്. MN വിജയൻ്റേതാണ് ഈ ലേഖനം. 1930 മുതൽ 2007 വരെയാണ് MN വിജയൻ്റെ ജീവിത കാലഘട്ടം. അധ്യാപകൻ, നിരൂപകൻ, പ്രഭാഷകൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായിരുന്നു MN വിജയൻ. സർഗാത്മകമായ കലയും ദൈക്ഷണികമായ പ്രവർത്തനവുമായിട്ട് ഒരേ സമയം നിരൂപണത്തെ അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ വൈലോപ്പിള്ളി പഠനങ്ങൾ കേരളത്തിൻ്റെ മനഃശാസ്ത്ര നിരൂപണ പ്രസ്ഥാനത്തിന് പുതുജീവൻ നൽകിയ ഒരു സംഭവമാണ്. പുരോഗമന സാഹിത്യ സംഘടനയുടെ സജീവ പ്രവർത്തകനായിരുന്ന MN വിജയൻ മാഷ് അതിൻ്റെ അധ്യക്ഷനായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. സാഹിത്യത്തെയും ജീവിതത്തെയും വ്യത്യസ്തമായ ദാർശനിക കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണാൻ ശ്രമിച്ച, അതിനുവേണ്ടി ശ്രദ്ധിച്ച ഒരു വ്യക്തിയാണ് MN വിജയൻ. ഇനി അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മനുഷ്യർ പാർക്കുന്ന ലോകങ്ങൾ, ചിതയിലെ വെളിച്ചം, മരുഭൂമികൾ പൂക്കുമ്പോൾ, പുതിയ വർത്തമാനങ്ങൾ, നൂതന ലോകങ്ങൾ, വർണ്ണങ്ങളുടെ സംഗീതം, ശീർഷാസനം, കവിതയും മനഃശാസ്ത്രവും, കാഴ്ചപ്പാട്, അടയുന്ന വാതിൽ തുറന്ന വാതിൽ, വാക്കും മനസ്സും, ഫാസിസത്തിൻ്റെ മനഃശാസ്ത്രം, സംസ്കാരവും സ്വാതന്ത്ര്യവും, അടയാളങ്ങൾ, ചുമരിൽ ചിത്രമെഴുതുമ്പോൾ, കലയിലെ സ്വാതന്ത്ര്യം, MN വിജയൻ്റെ പ്രബന്ധങ്ങൾ, പ്രഭാഷണങ്ങൾ, സ്മൃതിചിത്രങ്ങൾ, കലയും ജീവിതവും, കവിതയുടെ ലോകപഥം, അധിനിവേശത്തിൻ്റെ വഴികൾ, ഭയവും അഭയവും, ഫാഷിസം സിദ്ധാന്തം, പ്രയോഗം, പ്രതിരോധം, പ്രകൃതി പാഠങ്ങൾ, യോജിക്കാനുള്ള സ്വാതന്ത്ര്യം, കാലിഡോസ്കോപ്പ്, ഒളിച്ചു കടത്തിയ ആയുധങ്ങൾ, എഴുത്തും പ്രത്യയശാസ്ത്രവും, സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം, MN വിജയൻ്റെ സമ്പൂർണ്ണ കൃതികൾ. അപ്പം എന്തിനെല്ലാം പറയുന്നതെന്ന് വെച്ചാൽ ഇതിൽ ചിലപ്പോൾ ഏതെങ്കിലും എടുത്തിട്ട് ആരുടെ കൃതിയാണെന്ന് ചോദിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ മരുഭൂമികൾ പൂക്കുമ്പോൾ എന്ന ലേഖനത്തിലേക്ക് പോവുകയാണ്. പറഞ്ഞല്ലോ, മരുഭൂമികൾ പൂക്കുകൾ എന്ന ലേഖനം എന്താണ്, MN വിജയൻ്റെ പ്രസിദ്ധമായ ബഷീർ അനുസ്മരണ പ്രഭാഷണമാണ്. ഇനി എന്നാണ് MN വിജയൻ ആദ്യമായിട്ട് ബഷീറിനെ കാണുന്നതെന്ന് പറയുന്നത്. ആദ്യം 1945 എറണാകുളത്തെ ബോട്ട് ജെട്ടിയിൽ ഒരു പെട്ടിക്കടയിൽ പുസ്തക വിൽപ്പന നടത്തുന്ന കച്ചവടക്കാരനായിട്ടാണ് MN വിജയൻ ബഷീറിനെ ആദ്യമായിട്ട് കാണുന്നത്. ഇടപ്പള്ളി നമ്മുടെ ഭൂമിയെ ഉപേക്ഷിച്ചു, ചങ്ങമ്പുഴ തൻ്റെ ലോകത്തിൻ്റെ മാന്യതയെ ധിക്കരിച്ചു, ഇതൊക്കെ അദ്ദേഹത്തിനോടനുബന്ധിച്ച് പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീർ പ്രഭുവും തടിക്കച്ചവടക്കാരനുമായിരുന്ന പിതാവിൻ്റെ പാരമ്പര്യം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ, സാധാരണ ആ കാലഘട്ടത്തിലൊക്കെ ഉള്ളൊരു രീതി എന്താണ്, അച്ഛൻ എന്താണോ ചെയ്തിരുന്നത് അത് തന്നെ ആൺമക്കളൊക്കെ പിന്തുടർന്നു പോരുന്നൊരു ശീലമുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അതിന് മുതിരാതെ, അതായത് അച്ഛൻ്റെ വെറുപ്പ് സമ്പാദിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലായിരുന്നു ആരുടെ ജീവിതത്തിൻ്റെ തുടക്കം, ബഷീറിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കം. ഇതെല്ലാം മാറേണ്ടതും മാറിക്കൊണ്ടിരിക്കുന്നതുമായ ചരിത്രത്തിലെ സംഭവങ്ങളായിരുന്നു എന്നാണ് MN വിജയൻ പറയുന്നത്. പറഞ്ഞാൽ അതൊക്കെ ആ കാലഘട്ടത്തിന് ആവശ്യമായിരുന്നു എന്ന് അനുവദിച്ചു കൊടുക്കുകയാണ് MN വിജയൻ. അപ്പോൾ ഇവയൊന്നും, അതായത് ഈ പറഞ്ഞ സംഗതികളൊന്നും വ്യക്തിയുടെയോ കുടുംബത്തിൻ്റെയോ മാത്രം സംഭവങ്ങളല്ല.
അതുകൊണ്ടാണ് മണിനാഥത്തിൻ്റെ അവതാരികയിൽ ലോകത്തിലെ മഹത്തായ ആത്മഹത്യകളിലൊന്ന് ഇടപ്പള്ളിയുടേതാണെന്ന് കേസരി ബാലകൃഷ്ണപിള്ള പറയുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ സംഭവിക്കേണ്ട ചില സംഗതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചു പോയതാണ്. അങ്ങനെ സംഭവിച്ചു പോയതാണ് ഇടപ്പള്ളിയുടെ ആത്മഹത്യ. അത് ലോകത്തിലെ മഹത്തായ ആത്മഹത്യകളിൽ ഒന്നായിട്ടാണ് കേസരി ബാലകൃഷ്ണപിള്ള അവതരിപ്പിച്ചാൽ ചോദിക്കാറുണ്ട്. വൺ വേർഡ് കേട്ടോ. ആരാണ് ലോകത്തിലെ ഏറ്റവും മഹത്തമായ ആത്മഹത്യ ഇടപ്പള്ളിയുടേതാണെന്ന് പറഞ്ഞതെന്ന് ചോദിക്കാറുണ്ട്. കേസരി ബാലകൃഷ്ണപിള്ളയാണ് അതിൻ്റെ ഉത്തരം. ഇടപ്പള്ളി മരണം കൊണ്ട് കാണിച്ചതും ചങ്ങമ്പുഴ തൻ്റെ നാനാമുഖമായ പ്രവർത്തനങ്ങൾ കൊണ്ട് തെളിയിച്ചതുമായ കാര്യങ്ങൾ, അതായത് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ കൊണ്ട് കാണിച്ചതുമായ കാര്യങ്ങൾ ഈ ലോകത്തിന് നേരെയുള്ള പരമമായ പുച്ഛവും പരമമായ അമർഷവും മറ്റൊരു ലോകം സ്ഥാപിക്കാനുള്ള വെമ്പലുമാണ്. അല്ലെങ്കിൽ അതിനുള്ള ഒരു എന്താ പറയുക നമ്മളതിന് ത്വര പറയില്ലേ, അതുവാണെന്നാണ് ആര് പറയുന്നത്? ജയൻ മാഷ് പറയുന്നത്. അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ജനങ്ങളത് മനസ്സിലാക്കിയിരുന്നില്ല എന്നാണ് വിജയൻ മാഷ് അതോടൊപ്പം പറയുന്നത്. ഒരു എഴുത്തുകാരനെ പൂർണ്ണമായിട്ട് ആശയവിനിമയം നടത്തുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അയാൾക്ക് പരമ്പരാഗതമായിട്ടുള്ള സാങ്കേതികമായ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ എന്നുള്ളതാണ്. നമ്മളൊരു കൃത്യമായൊരു എഴുത്തുകാരനല്ല എന്നാണ് വിജയൻ മാഷിൻ്റെ വാദം. അയാൾ ലോക ചരിത്രത്തിലെ ഒരു ഭാവി നിരീക്ഷണവും നമ്മുടെ മുമ്പിൽ എത്തിക്കാൻ ശ്രമിക്കില്ല, അല്ലെങ്കിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് അങ്ങനെയുള്ളൊരു എഴുത്തുകാരന് കഴിയില്ല എന്ന് വിജയൻ മാഷ് പറയുന്നു. പരിചിതമായ കാര്യങ്ങളെ അപരിചിതമായ ഭാഷയിൽ പറയുകയോ അല്ലെങ്കിൽ അപരിചിതമായ കാര്യങ്ങളെ പരിചിതമായ ഭാഷയിൽ പറയുകയോ ചെയ്യുന്ന ഒരു വിദ്യ മാത്രമേ അത്തരത്തിലുള്ള എഴുത്തുകാരുടെ ഇടയിൽ അവർക്ക് കാണിക്കാൻ കഴിയുള്ളൂ എന്നാണ് വിജയൻ മാഷിൻ്റെ അഭിപ്രായം. ചങ്ങമ്പുഴയും ബഷീറുമൊക്കെ ജീവിതത്തിൻ്റെ പല അതിരുകളിലേക്ക് യാത്ര ചെയ്യുകയും അനുഭവങ്ങൾ തേടിപ്പോവുകയും സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുള്ള എഴുത്തുകാരാണ്. നമുക്ക് ഉടുക്കാനും സംസ്കാരിക്കാനും കിടക്കാനും പാർക്കാനുമൊക്കെ വ്യത്യസ്തമായ മുണ്ടും ഭാഷയും നിലയും വീടും ഉണ്ടെന്നാണ് ബഷീർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്നർത്ഥം. ഭാഷയിലെ നിയമം തെറ്റിക്കുമ്പോഴാണ് സമുദായത്തിലെ നിയമം ലംഘിക്കുമ്പോൾ എങ്കിലും ഭാഷയിലെ നിയമം തെറ്റിക്കുമ്പോഴോ സമുദായത്തിലെ നിയമം ലംഘിക്കുമ്പോഴോ ഒരു എഴുത്തുകാരനോ വിപ്ലവകാരിയോ ലംഘനത്തിലൂടെ മറ്റൊരു ലോകം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ ബഷീർ ചെയ്തതല്ലേ, പിതാവിൻ്റെ പാരമ്പര്യം ഉപേക്ഷിച്ച് ഒരു പുതിയ ലോകത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുകയല്ലേ. അതായത് ഈ ബഷീറിനെ, വൈക്കം മുഹമ്മദ് ബഷീറിനെ ബഹുമാനിക്കുന്നതും പത്മശ്രീ പോലുള്ള അംഗീകാരങ്ങൾ നൽകുന്നതും ഒക്കെ എന്താണ്? നമ്മുടെ സമുദായത്തിൻ്റെ ഭിത്തികളെ ഭേദിക്കാതിരിക്കാനും കുടുംബ വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യാതിരിക്കാനുമാണ്. ഇപ്പോൾ അവനത് പാരമ്പര്യം അംഗീകരിക്കാത്തതുകൊണ്ട് ഉപ്പ് പുറത്താക്കി അദ്ദേഹത്തെ, വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പോൾ ഉപ്പയുടെ ആട്ടേറ്റി ഇറങ്ങിപ്പോയ ബഷീർ ഏതെല്ലാം ലോകങ്ങൾ താണ്ടിയാണ് ജീവിച്ചതിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പരമമായ അർത്ഥതലങ്ങൾ കണ്ടെത്തിയതെന്ന് മറക്കാനുള്ളൊരു മാർഗമാണ് അദ്ദേഹത്തിന് നൽകുന്ന മാന്യതകൾ. ബഷീറിന് വ്യാകരണ തെറ്റുണ്ട് എന്ന് പല പണ്ഡിതന്മാരും പറയുന്നുണ്ട്. ആ പണ്ഡിതന്മാർ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ബഷീറിൻ്റെ പുസ്തകങ്ങൾ വിൽക്കുന്ന കച്ചവടക്കാരായി മാറിയതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ബഷീർ അംഗീകൃതനായ എഴുത്തുകാരനായിട്ട് മാറുകയും ചെയ്തു. ബാല്യകാല സഖിയിൽ മാതാവ് എന്ന പദം ഉപയോഗിച്ച ബഷീർ പാത്തുമ്മയുടെ ആടിൽ മാതാവെ അല്പം ശുദ്ധജലം വേണമെന്ന് അറിഞ്ഞപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ പറഞ്ഞ കഥാപാത്രമായ അബ്ദുൽ ഖാദറിനെ തവി കൊണ്ട് അടിക്കുന്നുമുണ്ട്. എന്താണ് അമ്മയുടെ ഭാഷ എന്ന ചോദ്യം ഉന്നയിച്ച പ്രധാന എഴുത്തുകാരൻ ആരാണ്? ബഷീറാണെന്നാണ് വിജയൻ മാഷിൻ്റെ അഭിപ്രായം. എൻ്റെ ഉമ്മയുടെ ഭാഷ വിലപ്പെട്ടതാണോ എന്നും എൻ്റെ ഉമ്മയുടെ ഭാഷയാണോ ഞാൻ സംസാരിക്കേണ്ടത് എന്നും എൻ്റെ ഉമ്മയുടെ ഭാഷയാണോ മാതൃഭാഷ എന്നും എൻ്റെ ഉമ്മയുടെ അനുഭവമാണോ മാതൃത്വത്തിൻ്റെ അനുഭവം എന്നും ഞാൻ കുടിച്ച ഉമ്മയുടെ മുലയാണോ ലോകത്തിൻ്റെ മുല എന്നും ചോദിക്കുകയാണ് ബഷീർ തൻ്റെ കൃതികളിൽ. അത് ബഷീറിൻ്റെ ഓരോ കൃതികളെക്കുറിച്ചുള്ള പ്രഭാഷണം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ പറയുകയാണ്. യുദ്ധാനന്തര ലോകവും അല്ലെങ്കിൽ യുദ്ധലോകവും മനുഷ്യ സമുദായത്തിൻ്റെ പുറമ്പോക്കുകളിൽ അദ്ദേഹം ശബ്ദങ്ങൾ എന്ന ലേഖനത്തിൽ ചിത്രീകരിച്ചപ്പോൾ മലയാളികളുടെ തലയിൽ ആകാശം ഇടിഞ്ഞു വീഴുന്ന പ്രതീതിയാണ് ഉണ്ടായിരുന്നത് എന്നാണ് വിജയൻ മാഷ് പറയുന്നത്. നമ്മുടെ സംസ്കാരം എത്ര സംസ്കാര വിരുദ്ധമായ അടിത്തറയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന മലയാള ഭാഷയിലെ ആദ്യത്തെ കൃതി ബഷീറിൻ്റെ ശബ്ദങ്ങളാണെന്ന് വിജയൻ മാഷ് പറയുന്നു. എന്ത് സംഭാഷണവും 8 തരുവാൻ ആവശ്യപ്പെട്ട് അവസാനിപ്പിക്കുന്ന ഇതേ ഉമ്മ തന്നെയാണ് ബഷീർ ദീർഘകാലം ജയിലിൽ കിടന്ന് നരകിച്ചിരുന്നപ്പോൾ എന്നും ഭക്ഷണം വിളമ്പിയിട്ട് അദ്ദേഹത്തെ കാത്തിരുന്നത്. ജീവിതത്തിലെ സ്നേഹത്തിൻ്റെയും വൈരൂപ്യത്തിൻ്റെയും രണ്ട് മുഖങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്നു എന്നതാണ് ബഷീർ നടത്തിയ പര്യടനങ്ങളുടെ മുഖ്യമായ സ്വഭാവം.
അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, റോ മെറ്റീരിയൽ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുവായ ജീവിതത്തിൽ നിന്നും താൻ ഉണ്ടാക്കിയെടുത്ത അസംസ്കൃത വസ്തു ഉപയോഗിച്ച് താൻ ഉണ്ടാക്കിയെടുത്ത സാധനങ്ങൾ കൊണ്ട് വിൽപ്പന നടത്തുന്ന നിർമ്മാതാവും വ്യവസായിയുമാണ് താൻ എന്ന് ഭൗതിക ജീവിത ബോധം ബഷീറിന് മാത്രമേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. ബഷീറിൻ്റെ കൃതികളുടെ അർത്ഥം എഴുത്തുകാരൻ്റെ മൂലധനം ജീവിതാനുഭവങ്ങളാണ് എന്നും അതില്ലാത്തവന് എഴുതുക സാധ്യമല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ബഷീർ അനുഭവത്തിൻ്റെ പല മേഖലകളിലും അലഞ്ഞു നടക്കുകയും അതിൻ്റെ പല അതിരുകളിലും ചെന്ന് മുത്തി അപൂർവമായ സിഗ്നലുകൾ ലോകത്തേക്ക് അയക്കുകയും ചെയ്തത് എന്ന് വിജയമാഷ് പറയുന്നുണ്ട്. സാധാരണ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയിൽ എഴുതുന്നതാണ് തൻ്റെ സാഹിത്യമെന്നും ഈ ഭാഷയിൽ താൻ ജീവിതമാണ് എഴുതുന്നത് എന്നും ഇത് സാഹിത്യമായിട്ട് ആരും അംഗീകരിക്കേണ്ടതില്ല എന്നും ചന്തുമേനോൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ആരും കരുതിയിട്ടുള്ളത്, ബഷീറും കരുതിയിട്ടുള്ളത്. ഒരു വലിയ സഞ്ചാരിയായ ബഷീറിൻ്റെ അനുഭവ മണ്ഡലത്തെ അത് തിമിംഗലത്തിൻ്റെ വയറ് പോലെ വലുതാക്കിയിട്ടുണ്ടെന്ന് കേസരി ബാലകൃഷ്ണപിള്ള വിലയിരുത്തുന്നുണ്ട്. എന്ന് വെച്ചാൽ കുറേ കാലം സഞ്ചരിച്ചല്ലോ ബഷീർ. പാട്ടി ഇറക്കിയിട്ട് കുറേ നാട് മുഴുവൻ സഞ്ചരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ച് അകത്താക്കിയിട്ടുണ്ട്. അതാണ് അങ്ങനെ തിമിംഗലത്തിൻ്റെ വയറ് പോലെ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലെ ശുദ്ധാത്മാക്കളായ സാഹിത്യകാരന്മാരുടെ നടുവിൽ ഉന്മാദത്തിൻ്റെ മേഖലയിൽ പോയി തിരിച്ചു വന്ന അപൂർവ വ്യക്തിയാണ് ആര്, ബഷീർ എന്ന് വിജയമാഷ് പറയുന്നുണ്ട്. ബഷീറിൻ്റെ മറ്റൊരു ലോകം വിശപ്പിൻ്റേതാണ്. അനുഭവത്തിൻ്റെ പുനർനിർവചനമാണ് ബഷീർ തൻ്റെ കൃതികളിലൂടെ നിരന്തരമായിട്ട് ചെയ്തു പോന്നിരുന്നത്. അദ്ദേഹം അനുഭവിച്ച കാര്യങ്ങൾ അതാണ് തൻ്റെ കൃതികളിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. മനുഷ്യനെ മോക്ഷത്തിലേക്ക്, അതായത് പാപമോചനത്തിലേക്ക്, അതുപോലെ തുര്യത്തിലേക്ക് നയിക്കുന്ന 101 മാർഗങ്ങളിൽ ഒരു മാർഗം വരട്ടുചൊറി മാന്തുകയാണ് എന്ന് പറഞ്ഞ മലയാളത്തിലെ ഒരേ ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ ഒരേ ഒരു സിദ്ധൻ ആരാണ്, ബഷീറാണെന്ന് വിജയമാഷ് പറയുന്നത്. സ്നേഹം, അനുരാഗം ഇവക്കൊക്കെ പുതിയ നിർവചനങ്ങൾ ബഷീർ കാണുന്നുണ്ട്. സ്നേഹമെന്നത് താമരയിതളിലെ ലേഖനമല്ല എന്നും നഖം കൊണ്ടുള്ള മാന്തലോ വിഷ ഉറുമ്പിനെ കൊണ്ട് കടുപ്പിക്കുന്നതോ ആവാമെന്നും ബഷീർ പഠിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുന്ന തരത്തിലും എന്തുണ്ടാവും, സ്നേഹം അല്ലേ, സ്നേഹം ഉണ്ടാവുമെന്നാണ് ആര് പറയുന്നതിൻ്റെ അർത്ഥം, ബഷീർ പറയുന്നതിൻ്റെ സാരം. ഷപ്പൻ എന്ന് ചന്തുമേനോൻ്റെ നായകനെ വിളിച്ചത് അദ്ദേഹം ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ജീവിച്ചിരുന്നത് കൊണ്ടാണെന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ ആര് പറയുന്നുണ്ട്, വിജയൻ മാഷ് പറയുന്നുണ്ട്. ഒരു കാമുകനെ വിളിക്കുമ്പോൾ സമുദായത്തിലെ അടയാളങ്ങൾ മാറും. നേരെ മറന്ന ഒരു സ്ത്രീക്ക് ശബ്ദമുയർത്താൻ അനുവാദമില്ലാത്തൊരു കാലഘട്ടത്തിലാണല്ലോ അവർ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് എന്താണ്ടാകും, ബഷീർ തൻ്റെ കൃതികളിൽ സ്നേഹത്തിന് പുതിയ നിർവചനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് എം.എൻ. വിജയൻ്റെ അഭിപ്രായം. ജീവിതത്തിൻ്റെ സമതലങ്ങളിൽ നിന്ന്, കുടുംബത്തിൻ്റെ വളരെ ഭദ്രമായ ബന്ധങ്ങളിൽ നിന്ന് അനുസരിക്കുകയും അനുസരിക്കുന്നവന് സകലതും നൽകുകയും ചെയ്യുന്ന പിതൃപുത്ര ബന്ധത്തിൻ്റെ ഭദ്രതയിൽ നിന്നും ബഷീർ തെറിച്ചു പോവുകയാണ്. അതായത് അന്നത്തെ കാലത്ത് അങ്ങനെയാണ്, അച്ഛനാണെങ്കിൽ വാപ്പ എന്ത് പറഞ്ഞാലും അത് അതേപടി അനുസരിച്ച് ജീവിക്കാൻ മക്കൾ തയ്യാറാവണം. അതിനാരും തയ്യാറായിട്ടില്ല, ബഷീർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ബഷീറിനെ അദ്ദേഹം അട്ടിയിറക്കുകയാണ്. അതാണ് തെറിച്ചു പോകുന്നു എന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. ഇന്ത്യയിലും അറേബ്യൻ, നമ്മൾ പറഞ്ഞല്ലോ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പറഞ്ഞില്ല, ഇന്ത്യയിലെ മുഴുവൻ ഭാഗങ്ങളിലും അറേബ്യൻ തീരങ്ങളിലും ആഫ്രിക്കയിലും എല്ലാം അലഞ്ഞു നടന്ന ബഷീർ സൂഫിമാരുടെയും ആൺവേശ്യമാരുടെയും അരികിലേക്കും ചുവന്ന തെരുവിലേക്കും ചാരായ കടയിലേക്കും പോകുന്നു എന്നതാണ് അനുഭവത്തിൻ്റെ സത്യം. എന്നാൽ അങ്ങനെയൊക്കെ അദ്ദേഹം എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ സമുദായത്തിനെ ചോദ്യം ചെയ്യാനുള്ള ഘട്ടമെന്നുള്ളതിനാൽ ബഷീർ എത്തിച്ചേർന്ന ലോകം മദ്യത്തിൻ്റേതായിരുന്നു എന്ന് പറയുന്നു. ഉന്മാദ തലങ്ങളിൽ ജീവിതം അന്വേഷിച്ചു പോവുകയും അവിടെ നിന്ന് ജീവിതത്തിൻ്റെ റിപ്പോർട്ടുകൾ അയക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സാഹിത്യകാരൻ എന്ന നിലയിലാണ് ബഷീർ ഓർമ്മിക്കപ്പെടുന്നത്. സ്നേഹം എത്ര മഹത്തമാണ് എന്ന് മാത്രമല്ല, സ്നേഹം എത്ര നിരർത്ഥകമായ വസ്തുതയായിത്തീരുന്നു എന്നും സ്നേഹം എങ്ങനെ യാഥാർത്ഥ്യത്താൽ ഞെരുക്കപ്പെടുന്നു എന്നും പറയാനാണ് ബഷീർ ബാല്യകാലസഖി എന്ന കൃതി എഴുതിയത്. ഏതെല്ലാം തീച്ചുളകളിലാണ് അദ്ദേഹം വെന്തുനേറിയത് എന്നും, അതായത് എത്രത്തോളം അദ്ദേഹം കഠിനതകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നും, ഏതെല്ലാം അഗ്നിപഥങ്ങളിലാണ് അദ്ദേഹം സഞ്ചരിച്ചത്, അതായത് ഏതെല്ലാം പ്രയാസങ്ങളുള്ള വീതികളിലൂടെയാണ് അദ്ദേഹം സഞ്ചരിച്ചത് എന്നും, വിശപ്പിൻ്റെ ഏതെല്ലാം ഘട്ടങ്ങളാണ് അദ്ദേഹം അളന്നു തീർത്തത്, അതായത് മറികടന്നു പോകുന്നത് എന്നും അന്വേഷിക്കുകയാണ് ബഷീറിനെയും ചരിത്രത്തെയും കണ്ടെത്താനുള്ള മാർഗമെന്നാണ് എം.എൻ. വിജയൻ പറയുന്നത്. താൻ വിവാഹം കഴിക്കുന്ന പെണ്ണിന് മരത്തിൽ കയറാൻ കഴിയണമെന്നും മുടി മുറിക്കാൻ അറിയണമെന്നും അവൾ നല്ല നീന്തൽക്കാരിയാവണമെന്നുമൊക്കെ നിർബന്ധിക്കുന്ന ബഷീർ മറ്റൊരു കൃതിയിൽ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം ശമ്പളമില്ലാത്ത വേലക്കാരിയെ സമ്പാദിക്കലാണ് എന്ന് പറയുന്നുണ്ട്.
അപ്പോൾ ഇതെല്ലാം അറിയണമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താണ്, ശമ്പളം കൊടുക്കാതെ ഒരു വേലക്കാരിയെ പോലെ ഒരാളെ കിട്ടലാണ് ജീവിതത്തിൽ സമ്പാദിക്കേണ്ടതെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കലാണെന്നാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ രണ്ട് തലവും അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ചെറിയ അർത്ഥത്തിലെങ്കിലും ബഷീർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ദാമ്പത്യ ബന്ധത്തെ അല്ലെങ്കിൽ നമ്മുടെ സീതാല സങ്കല്പത്തെ അല്ലെങ്കിൽ നമ്മുടെ നളിനി സങ്കല്പത്തെ ടോർപിഡോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ടോർപിഡോ ചെയ്യാറിന് തകർക്കാൻ ശ്രമിക്കുക. ടോർപിഡോ എന്ന വാക്കിൻ്റെ അർത്ഥം തകർക്കല്ല, കളിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ അർത്ഥം കേട്ടോ. ബഷീർ ശബ്ദങ്ങൾ എഴുതിയത് ജീവിതത്തെക്കുറിച്ചുള്ള അസാമാന്യമായ സത്യങ്ങൾ നമുക്ക് നേരെ തൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ്. ശബ്ദങ്ങൾ എന്ന കൃതി എഴുതിയത് ജീവിതത്തിലെ കുറിച്ചുള്ള അസാമാന്യമായ സത്യങ്ങൾ നമുക്ക് നേരെ തൊടുത്തുവിടാൻ വേണ്ടിയിട്ട്, നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. ചരിത്രത്തിൻ്റെ രാത്രികളിൽ നടക്കുന്ന ഹീനകൃത്യങ്ങൾ അയാൾ നമുക്കതിലൂടെ കാണിച്ചു തരുന്നുണ്ട്. നാം കാണാതിരുന്ന നമ്മുടെ മുന്നിലുള്ള സത്യത്തെ നമ്മുടെ മുഖത്തേക്ക് ഒരു പഴയ ചെരുപ്പ് പോലെ എടുത്തെറിയുകയാണ് ബഷീർ എന്നാണ് MN വിജയൻ പറയുന്നത്. ഈ അനുഭവത്തിൻ്റെ കയങ്ങളെ, അതായത് ആഴത്തെയും അനുഭവത്തിൻ്റെ കൊടുമുടികളെയും അതിൻ്റെ ഉയർച്ചയെയും അനുഭവത്തിൻ്റെ പാതകളെയും റൂട്ടുകളെയും കണ്ടെത്തലാണ് ബഷീറിൻ്റെ സാഹിത്യത്തിലുള്ളതെന്നാണ് വിജയമാഷിൻ്റെ വാദം. ബഷീർ നമുക്ക് വേണ്ടി നമുക്കിഷ്ടപ്പെടാത്ത ലോകത്തിലേക്ക് ചെന്ന് എത്തി നോക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടി വിഷം കഴിക്കുകയും നമുക്ക് വേണ്ടി മരണത്തിൻ്റെ നിഴലിൽ ജീവിക്കുകയും നമുക്ക് വേണ്ടി ജീവിതത്തിൻ്റെ വഴിയമ്പലങ്ങളുടെ തിണ്ണകളിൽ കിടക്കുകയും നമുക്ക് വേണ്ടി ആരുടെയോ കല്ലേറ് കൊള്ളുകയും ചെയ്യുന്ന ബഷീർ ഉണ്ടായിരുന്നു എന്ന് വിജയൻ മാഷ് പറയുന്നുണ്ട്. ഒരു പട്ടാളക്കാരൻ രോഗിയായ വേശ്യകളെ മാത്രമേ കിട്ടൂ എന്നും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഉയർന്ന ബന്ധങ്ങളിൽ ഏർപ്പെടാമെന്നും ശബ്ദങ്ങളിൽ പറയുന്നതിൻ്റെ അർത്ഥം നമ്മുടെ സമൂഹം സ്ത്രീകളെ വേശ്യകളായും ദേവിമാരായി രണ്ടായി തിരിക്കുന്ന അവസ്ഥ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിക്കാൻ വഴിയില്ലാത്ത തൊഴിലാളികളെയും നമുക്ക് വേണ്ടി കൊലപാതകം നടത്തുന്ന പട്ടാളക്കാരെയും നാം അതിരുകളിലേക്ക് ആട്ടി ഓടിക്കും. ഇത്തരത്തിൽ വെളിച്ചത്തിൻ്റെ കള്ളക്കളി കളിക്കുന്ന ഇരുട്ടിനെ കണ്ടെത്തുകയും പകൽ ഉരുണ്ടുകൂടുന്ന നിഴലുകളെ മനസ്സിലാക്കുകയും ഇതിനെ വിളിച്ചു പറയുകയുമാണ് ബഷീർ തൻ്റെ കൃതികളിൽ കൂടി ചെയ്യുന്നത് എന്നാണ് വിജയൻ മാഷ് പറയുന്നത്. ബഷീർ തൻ്റെ കഥകൾ എഴുതി തീർക്കുമ്പോൾ ഒരു മണ്ടൻ മുത്തപ്പയെയോ ഒരു മുച്ചീട്ട് കളിക്കാരനെയോ ലോകത്തുള്ള സർവ്വ തിരുമാലികളെയോ വർണ്ണിച്ചു തീരുമ്പോൾ ഈ തിരുമാലികളുടെ അല്ലെങ്കിൽ ഈ ഇത്തരക്കാരുടെ തിരുമാലിത്വത്തിന് മേലാണ് നാം മാന്യന്മാരായി താമസിക്കുന്നത് എന്നാണ് നമ്മെ വലിച്ചറിയിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരുപാട് ഉരുണ്ട് കളിക്കുന്ന ആളുകളുണ്ടാവും, ഒരുപാട് വേണ്ടാത്തരം ചെയ്യുന്ന ആളുകളുണ്ടാവും. അവരുടെ മേലെയാണ് നമ്മളൊക്കെ മാന്യന്മാർ, അതായത് അവരതിന് വിട്ടുകൊണ്ടാണ് നമ്മളൊക്കെ മാന്യന്മാരായിട്ട് ജീവിക്കുന്നതെന്നാണ് ബഷീർ സൂചിപ്പിക്കുന്നത്. നാം ഇപ്പോൾ ജീവിക്കുന്നത് ജീവിതമല്ല, നാം ഇപ്പോൾ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ നിഴൽ മാത്രമാണ് എന്നും ഈ ക്രൂരമായ തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതാണ് എന്നും ബഷീർ വിളിച്ചു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ ഭാഷയെ നാം തൊടുന്നത് സമുദായത്തെയാണ് എന്നും ജീവിതത്തെയാണ് എന്നും ജീവിതത്തിൻ്റെ മൂല്യത്തെയാണ് എന്നും പുനർനിർവചിക്കാനുള്ളൊരു ശ്രമം വലിയ വലസഖിയിൽ ബഷീർ നടത്തുന്നുണ്ട്. സാഹിത്യം തന്നെയാണ് ജീവിതം എന്ന് സംസാരിക്കുന്നത് തന്നെയാണെന്ത് ഭാഷ എന്നും കുട്ടികൾ തന്നെയാണ് മുതിർന്നവർ എന്നും പ്രകൃതി തന്നെയാണ് സംസ്കാരം എന്നുമുള്ള ഒരു പുതിയ ഡെസ്റ്റിനേഷൻ, ഒരു പുതിയ സ്ഥലം ബഷീറിൻ്റെ ജീവിതവും കലയും എത്തിച്ചേരുന്നത്, അങ്ങനെ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുന്നത് നമുക്ക് കാണാൻ കഴിയുമെന്നും MN വിജയൻ മാഷ് പറയുന്നു. അദ്ദേഹം അനായാസതയുടെ ഒരു വക്രത കണ്ടുപിടിക്കുന്നത് പിന്നീടുള്ള കൃതികളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു സംഭവത്തിൽ കൂടി അല്ലെങ്കിൽ ഒരു വസ്ത്രധാരണത്തിൽ കൂടി, താൻ വെക്കുന്ന മീശയിൽ കൂടി, തൻ്റെ കൃതാവിൽ കൂടി ഒരു വ്യവസ്ഥയെ ചോദ്യം ചെയ്യാനും അതിനുള്ള മാർഗങ്ങളിൽ ചെയ്യാൻ കഴിയും. ഭരണ പ്രവൃത്തികളിലൂടെയൊക്കെ ഒരു വ്യവസ്ഥയെ ചോദ്യം ചെയ്യുക, അതിനുള്ള മാർഗങ്ങളിലൊന്ന് സാഹിത്യമാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നതാണ് ബഷീറിൻ്റെ സാഹിത്യത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു മൂല്യമെന്നും വിജയൻ മാഷ് പറയുന്നത്. മനുഷ്യനൊരു സമുദായമാണെന്നും മനുഷ്യനൊരു സമുദായമായിട്ട് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്നും അന്തിമമായും ആദിമമായും ഈ ഉണർവാണ് മനുഷ്യന് വേണ്ടത് എന്നും പറയുവാൻ തൻ്റെ ജീവിതത്തിലെ ഓരോ അണുവിനെയും കൊണ്ട് ശ്രമിക്കുക എന്നത് അദ്ദേഹം തൻ്റെ ദൗത്യമായിട്ട് കരുതുന്നുണ്ട്. പുതിയ സമുദായത്തിൽ എല്ലാത്തരം ഉടവകളുമുണ്ട്, എല്ലാത്തരം കാതുകുത്തലുകളുമുണ്ട്, എല്ലാത്തരം വിവാഹ മര്യാദകളും എല്ലാത്തരം ജീവിത രീതികളും ഉണ്ട് എന്നും അവ ഒരുമിച്ച് ജീവിക്കണമെന്നുമുള്ളത് ബഷീറിൻ്റെ ഒരു സാർവലൗകിക സ്വപ്നമാണ് എന്ന് പറയാമെന്നാണ് വിജയമാഷ് പറയുന്നത്.
തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നെല്ലാം താൻ ഒരു പുതിയ അമൃതത്തിൻ്റെ ബിന്ദു മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത് ബഷീറിൻ്റെ സാഹിത്യബോധം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സർവാംഗീയമായ ജീവിതം ബോധം കൂടി. അതായത് താൻ എത്തിച്ചേരുന്ന മേഖലകളിൽ നിന്ന് നല്ലതിനെ സ്വീകരിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്, ബഷീർ നടത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. അതുകൊണ്ട് ബഷീറിനെ അറിയുക എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ചരിത്രത്തെ അറിയുക എന്നും നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്ന ചരിത്രപരമായ അഭിരുചിപരമായ വിപ്ലവത്തെ തിരിച്ചറിയുക എന്നും കൂടിയാണ് എന്ന് വിജയമാഷ് പറയുന്നു. ബഷീറിൻ്റെ രണ്ടാമത്തെ നോവലിലും പാത്തുമ്മയുടെ ആടിലും മൗലികമായൊരു മിത്തോളജിക്കൽ ഫിഗറുണ്ട്. പുറത്താക്കപ്പെടുന്ന ഒരു മകൻ, അയാൾ സഞ്ചരിക്കുന്ന ഒരു വലിയ ലോകം, അയാൾ തിരിച്ചെത്തുന്ന മറ്റൊരു ലോകം. ഇത് അനാദിയായ ഒരു മനുഷ്യത്തിന് അല്ലെങ്കിൽ ഒരു മനുഷ്യമിത്താണെന്നാണ് വിജയമാഷ് പറയുന്നത്. ഒരു ആട്ടിപ്പായിക്കൽ, ഒരു അന്വേഷണവും ഒരു തിരിച്ചെത്തലും, അതാണ് അദ്ദേഹത്തിൻ്റെ കൃതിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രചനകളുടെയൊക്കെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തന്നെ ഒരു താളം. ഇത് ജീവിതത്തിൻ്റെ പൂർണ്ണവൃത്തമാണ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഗാന്ധിയോട് തൊട്ട് തിരിച്ചു വരുമ്പോൾ ഗാന്ധി ഒരു പുതിയ ഇന്ത്യ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളാണ് എന്നും ഈ പുതിയ സമുദായത്തിന് വേണ്ടി താൻ ശ്രമിക്കുമെന്നുമുള്ള ബോധം ബഷീറിൽ ഉണ്ടാകുന്നുണ്ട്. അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു യോദ്ധാവായി തീരുകയാണ് തൻ്റെ ജീവിത ദൗത്യമെന്ന് ബാല്യകാല സഖിയിലെ ബഷീർ തീരുമാനിക്കുന്നുമുണ്ട്. ബാല്യകാല സഖിയിൽ നിന്നും പുറപ്പെട്ടു പോയ നായകൻ ഡുപ്പൊപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന നോവലിൽ കൂടി തിരിച്ചു വരുന്നുണ്ട്. ഇസ്ലാം എന്താണ് എന്നും ഇസ്ലാം എന്തല്ല എന്നും പറയുവാനുള്ള ഒരർത്ഥത്തിൽ, അതായത് യഥാർത്ഥ ഇസ്ലാം എന്താണ് എന്നും അത് മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് തടസ്സമല്ല എന്ന് പറയാനും ബഷീർ ഈ നോവലിൽ ശ്രമിക്കുന്നുണ്ട്. പുതിയ വരാനിരിക്കുന്ന ലോകം, ആ ലോകത്തിൻ്റെ ചിത്രം ബഷീറിൻ്റെ കൃതികളിൽ നമുക്ക് കാണാൻ കഴിയും. തനിക്ക് വേണ്ടിയല്ല പൂന്തോട്ടം ഉണ്ടാക്കുന്നത് എന്നും താൻ ലോകത്തിന് വേണ്ടി പൂന്തോട്ടം ഉണ്ടാക്കാൻ നിയുക്തനാണ് എന്നുമുള്ള ബോധം, അതായത് നഷ്ടപ്പെട്ടു പോയ ഏദൻ തോട്ടത്തെ തിരിച്ചു കൊണ്ടുവരാനും സ്വർഗത്തിൻ്റെ ഉദ്യാനത്തെ മനുഷ്യന് വീണ്ടെടുക്കുവാനും വേണ്ടി നിയുക്തരായ അനേകം ആളുകളിൽ ഒരാളാണ് താൻ എന്നുമുള്ള ബോധം തീർച്ചയായിട്ടും ബഷീറിൻ്റെ പൂന്തോട്ടപ്പണിയിലുണ്ട്. ധാരാളം പൂക്കളുള്ള, ധാരാളം ചാമ്പക്ക പഴങ്ങളുള്ള, ധാരാളം പാമ്പുകളും കടവാതിലുകളുമുള്ള ഒരു ലോകത്തെയാണ് ബഷീർ തൻ്റെ മനസ്സിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നത്. ഭൂമിയുടെ അവകാശികൾ എന്ന കഥയിൽ ഈ ഭൂമി മനുഷ്യന് അവകാശപ്പെട്ടതാണോ വവ്വാലിന് അവകാശപ്പെട്ടതാണോ എന്ന ചോദ്യം ബഷീർ ഉന്നയിക്കുന്നുണ്ട്. ഈ ലോകത്തെ നശിപ്പിക്കാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുമോ എന്ന മൗലികമായ ചോദ്യം തന്നെയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ലോകം എങ്ങനെ ഒരു ഉദ്യാനമാക്കി തീർക്കാം എന്ന ഒരു നിരീക്ഷണം, ഒരു ഐഡിയോളജിക്കൽ നിരീക്ഷണം ബഷീറിൻ്റെ മനസ്സിലെന്നും ഉണ്ടായിരുന്നു എന്ന് വിജയമാഷ് പറയുന്നു. നാം കാണുന്ന ചുറ്റുപാടുകൾ മാത്രമല്ല വാസ്തവമെന്നും നാം പഠിക്കുന്ന ഗുണനപ്പട്ടിക മാത്രമല്ല ശരിയെന്നും ഇതിൽ നിന്ന് വ്യത്യസ്തമായ ചില ശരികൾ അല്ലെങ്കിൽ പബ്ലിസിറ്റികൾ ഉണ്ട് എന്നും ബഷീർ നേരത്തെ അറിഞ്ഞിരുന്നു. ബഷീറിൻ്റെ കൃതികളുടെ ഒരു സന്ദേശം നാം കാണുന്നതും അറിയുന്നതും ഉണർന്നിരിക്കുമ്പോൾ തൊട്ടനുഭവിക്കുന്നതുമായ ലോകത്തിനപ്പുറത്ത് ചില ലോകങ്ങളുണ്ട് എന്നതാണ്. ഇത് അദ്ദേഹം നീലവെളിച്ചം എന്ന കഥയിൽ പറയുന്നുമുണ്ട്. ബഷീറിൻ്റെ പ്രശ്നം, ബഷീർ താൻ അറിയാതെ തന്നെ ഈ രണ്ട് ലോകങ്ങളിൽ സഞ്ചരിക്കുകയും ഈ രണ്ട് ലോകങ്ങളിലെ പല അതിരുകളിലും ചെന്ന് മുട്ടുകയും ചെയ്തിരുന്ന ആളാണ് എന്ന് അദ്ദേഹം എന്നുള്ളതാണ് നമ്മളെ തെളിയിക്കുന്നത്. പാത്തുമ്മയുടെ ആടിൽ ഉപ്പയില്ല, പകരം ഇക്കാക്കയാണുള്ളത്. അതായത് പിതാവിന് പകരം ഒരു വലിയ സഹോദരനാണ് എവിടെയുള്ളത്, പാത്തുമ്മയുടെ ആടിൽ നടക്കുന്ന പ്രധാന സംഭവം. കാര്യങ്ങളെല്ലാം വലിയ സഹോദരൻ ഏറ്റെടുത്ത് നടത്തുന്നതാണ്. അതോടുകൂടി അതിലുള്ള ഈടിപ്പൽ സംഘർഷം അവസാനിക്കുകയും ഒരു പ്രത്യേക പരിസ്ഥിതിയിലേക്ക് വസ്തുതകളെല്ലാം മാറിച്ചെല്ലുകയും ഇക്കാക്ക ഉണ്ടാക്കുന്ന ഒരു പുതിയ സംവിധാനവുമായിട്ട് ബഷീറിൻ്റെ കുടുംബം എന്ന് പറയുന്ന ലോകം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് താൻ തിരിച്ചെത്തിയ ലോകം, തൻ്റെ എന്ന് പറയുന്ന തലയോലപ്പറമ്പിലെ വീട്ടിലെ സംവിധാനക്രമം പിന്നീട് നിയന്ത്രിക്കുന്ന ഡുപ്പുപ്പാക്കൊരാനുണ്ടായിരുന്നു എന്ന കൃതിയിൽ നിസാർ അഹമ്മദ് പോലെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന അധ്യക്ഷനായിരിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറാണ് എന്ന് കാണാൻ കഴിയും. എങ്ങനെ താൻ ഒരു പിതൃസ്വരൂപത്തിൻ്റെ സ്ഥാനത്തുനിന്ന് ഒരു ഭ്രാതൃസ്വരൂപനായി തീരുകയും ഒരു പുതിയ മനുഷ്യബന്ധം ഉണ്ടാക്കി തീർക്കുകയും ആവശ്യമായ മറ്റൊരു സിറ്റുവേഷൻ കൊണ്ട്, അതായത് അടിച്ചിട്ട് കുടുംബത്തെ നിയന്ത്രിക്കുന്നതിന് പകരം ഉച്ചത്തിൽ ശ്വസിച്ചിട്ട് കുടുംബത്തെ നിയന്ത്രിക്കുന്നതിന് പകരം എന്ത് ചെയ്യാണ്, വ്യത്യസ്തമായ മറ്റൊരു വഴിയിലൂടെ കുടുംബത്തെ രക്ഷിക്കാമെന്ന ആശയം പാത്തുമ്മയുടെ ആടിൽ ബഷീർ അവതരിപ്പിക്കുന്നുണ്ട്. ബാല്യകാല സഖി എഴുതിയ ബഷീറും പാത്തുമ്മയുടെ ആട് എഴുതിയ ബഷീറും ഒരാളല്ല എന്ന് പറഞ്ഞാൽ ബഷീറല്ല എന്നല്ല, രണ്ട് വ്യത്യസ്ത തലങ്ങളിലാണ് ആ രണ്ട് ലേഖനങ്ങളും രണ്ട് കൃതികളും ഉള്ളത്. ഒരു വ്യക്തി ജീവിതത്തിൻ്റെ മാറ്റങ്ങൾക്ക് വിധേയനായി തീരുന്നുണ്ട്. മതിലിനപ്പുറത്ത് കിടക്കുന്ന കൊലപാതകിയായ നാരായണിക്ക് മാത്രമേ സ്നേഹം എന്തെന്ന് അറിയുമായിരുന്നുള്ളൂ എന്ന് പറയാനാണ് ബഷീർ മതിലുകൾ എഴുതിയത്.
മതിലുകളിൽ സ്നേഹം എന്നത് തമ്മിൽ കാണാത്ത, നാം പരിശുദ്ധം എന്ന് പറയുന്ന തീർച്ചയായും ശരീരസ്പർശമില്ലാത്ത അനുരാഗത്തിൻ്റെ സ്വരൂപമാണ്. ഏതാനും ശിങ്കിടികളെ കൊണ്ട് ശമ്പളം കൊടുത്ത് മനുഷ്യനെ കൊല്ലിക്കുന്ന ഒരു വ്യവസായമാണ് യുദ്ധം എന്നാണ് ശബ്ദങ്ങളിൽ ബഷീർ കണ്ടെത്തുന്നത്. ഇതിനേക്കാൾ വലിയൊരു യുദ്ധവിരുദ്ധ കൃതി നമ്മുടെ സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണെന്നാണ് വിജയൻ മാഷ് പറയുന്നത്. ധർമ്മത്തെ സംശയിക്കുന്ന ആളുകൾ ഒരു കാലഘട്ടത്തിലെ തീനികളായി മാറുന്നു എന്നതാണ് ബഷീർ കൃതികളിലെ പ്രധാനപ്പെട്ട വസ്തുത. മനുഷ്യാനുഭവത്തിൻ്റെ ഒരറ്റം വീരരസമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ബഷീർ യുദ്ധത്തിലേക്ക് പോകുന്നത്. ഈ ലോകം ദുർഗന്ധമുള്ള ഒരു സുഗന്ധമാണ് എന്ന ലോകത്തെ ഒരു മണമായിട്ട് ബഷീർ ശബ്ദങ്ങളിൽ നിർവചിക്കുന്നുണ്ട്. ബഷീർ നടന്നു തീർത്ത വഴിയാണ് ചാരിയിരിക്കുന്ന കസേരയല്ല. ബഷീർ അദ്ദേഹത്തിൻ്റെ തലക്ക് മുകളിലുള്ള നിഴലല്ല, കത്തിയെരിയുന്ന സൂര്യനാണ്. അദ്ദേഹം കണ്ട വെയിലാണ്, അദ്ദേഹം ഇരുന്ന തണലുമല്ല. വിശപ്പ് ആത്യന്തിക വികാരമാണ് എന്ന് കണ്ടെത്തുന്നത് പോലെ ഉന്മാദം എന്നത് മനുഷ്യൻ നിർമ്മിച്ച സമുദായത്തിൻ്റെ അതിരുകളെ ലംഘിക്കുന്ന അവസ്ഥയാണ് എന്നും അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ആരാണ് അദ്ദേഹം? MN വിജയൻ കേട്ടോ. ഈ കഠാരയാണ് എൻ്റെ പാതിവൃത്യം സംരക്ഷിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് തുണി ഉയർത്തിക്കാട്ടുന്ന ഒരു ഭാരതീയ പവിത്രതയെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ബഷീറിൻ്റെ വലിപ്പങ്ങളിൽ വെച്ചുള്ള വലിപ്പം. ഒരു കല്യാണ സൗഗന്ധികം തേടിപ്പോകുന്ന ഭീമനെ പോലെ നമുക്ക് വേണ്ടി കല്യാണ സൗഗന്ധികങ്ങൾ അല്ലെങ്കിൽ മരുഭൂമിയിലെ അനുഭവങ്ങൾ തേടിപ്പോവുകയും ജീവിതത്തിന് മരുഭൂമികളുണ്ടെന്നും അവിടെ പൂക്കൾ വിരിയുന്നുണ്ടെന്നും ആ പൂക്കൾക്ക് സമതലങ്ങളിൽ വിരിയുന്ന മുല്ലപ്പൂക്കളേക്കാൾ സൗന്ദര്യമുണ്ട് എന്ന് പറയുന്ന ഒരു അപൂർവ സാഹിത്യം ബഷീറിൻ്റെ സഞ്ചാരപഥത്തിലുണ്ട്. നമ്മുടെ ഭാഷയെയും സംസ്കാരത്തെയും ബോധമണ്ഡലത്തെയും ശരി തെറ്റ്, സുഗന്ധം ദുർഗന്ധം, ശ്ലീലം അശ്ലീലം എന്നുള്ള സർവമാന സങ്കല്പങ്ങളെയും തിരുത്തി എഴുതുന്ന, ഒരുപക്ഷെ സ്ഫോടനം ചെയ്യുന്ന അസാമാന്യമായൊരു നീണ്ട കരുത്താണ് ബഷീറിൻ്റെ ജീവിതം എന്ന് തിരിച്ചറിയുന്നതാണ് തീർച്ചയായിട്ടും ബഷീറിനോട് ചെയ്യേണ്ട വിപ്ലവകരമായൊരു കടമ. ബഷീർ കൃതികളുടെ സമഗ്രമായ അവലോകനമാണ് MN വിജയൻ തൻ്റെ പ്രൗഢമായ മരുഭൂമികൾ പൂക്കുന്നത് എന്ന പ്രബന്ധത്തിൽ അവതരിപ്പിക്കുന്നത്. ലേഖകൻ്റെ ബഷീർ അനുസ്മരണ പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗമായാണ് ഇതിൻ്റെ രചന എന്നതുകൊണ്ട് പ്രഭാഷണത്തിൻ്റെ ശൈലി ഉടനീളം ഇതിൽ നമുക്ക് വീക്ഷിക്കാൻ കഴിയും. ഭാഷാപരമായ കാഴ്ചപ്പാടുകൾ, മൂല്യചിന്ത ഇവയൊക്കെ ലേഖകൻ ഇതിൽ വിലയിരുത്തുന്നുണ്ട്. ബഷീറിൻ്റെ പ്രസിദ്ധ കൃതികളായ ബാല്യകാല സഖി, ലുപ്പുപ്പാക്കരാനേണ്ടാർന്നു, മതിലുകൾ, പാത്തുമ്മയുടെ ആട്, ശബ്ദങ്ങൾ തുടങ്ങിയവയെ കേന്ദ്രീകരിച്ചാണ് പഠനം മുന്നോട്ട് പോകുന്നതെങ്കിലും ബഷീർ കൃതികളുടെ സമഗ്രമായൊരു വിശകലനമാണ് അദ്ദേഹം ഇവിടെ നടത്തുന്നത്. ബഷീർ കൃതികളിലെ അനുഭവങ്ങൾക്കുള്ള സ്ഥാനം, വിശാലമായ മാനസികതാബോധം എന്നിവയ്ക്ക് അദ്ദേഹം ഊന്നൽ നൽകുന്നുണ്ട്. ലേഖകൻ ഊന്നൽ നൽകും. വിമർശനം ദൈക്ഷണികവും അതോടൊപ്പം സർഗാത്മകവുമാണ് എന്നതിനുള്ള ഒരു തെളിവാണ് MN വിജയൻ്റെ ഈ ബഷീർ പഠനം. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ ഈ ഒരു യൂണിറ്റ് വരുന്നത്. അപ്പോൾ 2 ബ്ലോക്ക് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക്സ്.